Hello everyone, welcome to my channel. Welcome to Enchanted Reader Malayalam. ഇന്ന് യൂണിവേഴ്സ് എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നതെന്ന് നോക്കാം. ഇതൊരു ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങളുടെ ഫ്രീ വില്ലിൽ മാത്രം ഈ റീഡിംഗ് കാണുക. ഓക്കെ, ലെറ്റ്സ് സീ ഇന്ന് യൂണിവേഴ്സ് എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നതെന്ന്. എനിക്ക് ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് 6 of Pentacles ആണ്. Three of Swords ആണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത്. Three of Swords റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, Two of Swords, Strength, Five of Pentacles. Okay, sorry. Nine of Cups. ബോട്ടം ഓഫ് ദി ഡെക്ക് എനിക്ക് 2 of Pentacles ആണ് കാണുന്നത്. ഹാങ്ഡ് മാൻ, പേജ് ഓഫ് കപ്സ്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഏതൊക്കെയാണെന്ന് കണ്ടല്ലോ. ആദ്യം തന്നെ 6 of Pentacles ആണ് വന്നിരിക്കുന്നത്. അതിനുശേഷം 3 of Swords റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ 2 of Swords വന്നിട്ടുണ്ട്. പിന്നെ 5 of Pentacles ആണ് വന്നിരിക്കുന്നത്. അടുത്തതായി സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. 9 of Cups, 2 of Pentacles, the Hanged Man and Page of Cups ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി മാത്രമാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അവരുടെ ഫീലിങ്സ്, തോട്ട്സ്, നെക്സ്റ്റ് ആക്ഷൻസ് ആണ് ഞാൻ ഇന്നിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സിൽ നിന്ന് എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സണ് നല്ല ബാക്ക് സ്റ്റാബിങ് കിട്ടിയത് പോലുള്ള ഒരു മെസ്സേജാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർ ആർക്കാണോ അവരുടെ മോർ എനർജി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ആരിലേക്കാണോ അവർ അവരുടെ എനർജി മോർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, അവരിൽ നിന്നാണ് അവർക്ക് ബാക്ക് സ്റ്റാബിങ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള മെസ്സേജാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവരിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണ് ഒരു ഹോട്ട് ആൻഡ് കോൾഡ് ആയിട്ടുള്ള അപ്രോച്ചാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്ന് മാത്രമല്ല, അവരൊരു ക്രോസ് റോഡിൽ പെട്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ള ഒരു മെസ്സേജാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ചീറ്റ് ചെയ്യപ്പെട്ടതുപോലുള്ള ഒരു മെസ്സേജാണ് എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ കരുതിയതുപോലുള്ള കാര്യങ്ങളല്ല ഇപ്പോൾ അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ വളരെയധികം എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ടാണ് അതർ സൈഡിലേക്ക് മൂവ് ചെയ്തിരുന്നത്. നിങ്ങൾ ഒരുപാട് അവരുടെ മുന്നിൽ ബഗ് ചെയ്തതുപോലുള്ള ഒരു മെസ്സേജ്, നിങ്ങൾ ഒരുപാട് അവരുടെ മുന്നിൽ ഈ ഒരു കണക്ഷൻ, നിങ്ങളും അവരും തമ്മിലുള്ള കണക്ഷൻ എമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു എന്ന് എനിക്കിവിടെ കാണാനുണ്ട് ഫസ്റ്റ് കാർഡിൽ നിന്ന് തന്നെ. പക്ഷേ അവർ അവരുടെ എനർജി മോർ അതർ സൈഡിലേക്കാണ് പാസ് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നത്. പക്ഷേ അതർ സൈഡിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ബാക്ക് സ്റ്റാബിംഗ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഓൾമോസ്റ്റ് ഇങ്ങനെ ലൂസായി കൊണ്ടിരിക്കുന്നത് പോലുള്ള ഒരു മെസ്സേജ് എനിക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, അവർ വളരെ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് ആങ്ഷ്യസ് ആവുക, സ്ട്രെസ്ഡ് ആവുക. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ചോദിക്കാൻ ശ്രമിച്ചാൽ തന്നെ അവരിങ്ങനെ ബ്ലാസ്റ്റ് ചെയ്യുക, അവരിങ്ങനെ ബേഴ്സ്റ്റ് ചെയ്യുക, എന്ത് വേണമെങ്കിലും പറയാം അതിന്. അതായത് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജാണ്. അവർ ഇമോഷണലി വളരെ അൺസ്റ്റേബിൾ ആയിട്ടിരിക്കുന്നത് പോലുള്ളൊരു മെസ്സേജാണ് എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നോക്കട്ടെ എന്താണ് അവസ്ഥ എന്നുള്ളത്. മെസ്സേജ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ. ഇവിടെ ദ മൂൺ ആണ് എനിക്ക് വന്നിരിക്കുന്നത്. കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരൊരു ഡ്രീമി വേൾഡിലായിരുന്നു ഉണ്ടായിരുന്നത്, ഒരു ഇല്യൂഷണറി വേൾഡിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അവിടെ നിന്ന് അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിയർ ആൻഡ് ആങ്സൈറ്റിയാണ്. അതേപോലെ തന്നെ അവർ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങൾ
മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു മെസ്സേജാണ്. അവരൊരുപാട് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഈ പേഴ്സൺ എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ്. അവരിപ്പോൾ നിൽക്കുന്ന പ്ലേസ് എവിടെയോ ആയിക്കോട്ടെ, അവിടെ നിന്ന് അവർക്ക് അത്ര നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല അവർക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അൺപ്ലസൻ്റ് ആയിട്ടിരിക്കുന്നത് പോലെ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, കയ്യിലുള്ളത് പോവുകയും ചെയ്തു, എന്നാൽ എടുക്കാൻ ശ്രമിച്ചതിട്ട് കിട്ടിയോ ഇല്ല എന്നുള്ള ഒരവസ്ഥയെ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഭയങ്കര മൂഡി ആയിട്ടിരിക്കുന്നത് പോലെ, ഗ്ലൂമി ആയിട്ടിരിക്കുന്നത് പോലുള്ളൊരു മെസ്സേജാണ് വരുന്നത്. അവരുടെ കറണ്ട് സിറ്റുവേഷൻ അതാണ്. പക്ഷേ അവർ നിങ്ങളുടെ മുന്നിൽ മാക്സിമം പ്ലസൻ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അവർക്കൊരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ പ്ലസൻ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്നുള്ള ഒരു മെസ്സേജാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അവർ പക്ഷേ കറണ്ട് സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് പോലെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കരമായിട്ട് ബ്രോക്കൺ ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്, വളരെ ആങ്ഷ്യസ് ആയിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്, സ്ട്രെസ്ഡ് ആയിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർ എത്രയും പെട്ടെന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു പ്രോഗ്രഷൻ എനിക്ക് അവിടെ കാണുന്നുണ്ട് ഈ ചെയ്യുന്നതിൻ്റെ. പക്ഷേ അവരെന്തോ പുള്ളിയുന്നുണ്ട്, തിരിച്ച് ബാക്കിലേക്ക് ഇങ്ങനെ പുള്ളിയുന്നത് പോലുള്ളൊരു മെസ്സേജും എനിക്ക് വരുന്നുണ്ട്. അവർക്ക് ഒരു സ്റ്റെബിലിറ്റി എനിക്ക് അവിടെ കാണുന്നില്ല. അവർ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് അങ്ങോട്ടേക്ക് പറ്റുന്നില്ല. ഇൻട്രസ്റ്റിംഗ്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെത്ത് ആണ്. ഓക്കെ, ഇവർക്ക് വലിയൊരു ചേഞ്ചാണ് അവരുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ അവരിപ്പം പഠിച്ചു തുടങ്ങും എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ കാണുന്നതെല്ലാം റിയൽ അല്ല എന്നുള്ള ആ ഒരു ട്രൂത്ത് അവർ താമസിയാതെ പഠിച്ചോളും. ഓക്കെ, ഇതെല്ലാവർക്കും റെസണേറ്റ് ആവണമെന്നില്ല. ഈ റീഡിങ് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അപ്പീവലാണ് അവരുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ക്ലെൻസിങ്, ഒരു പേർജിങ് അവരുടെ ലൈഫിൽ നടക്കാൻ പോകുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വർത്ത്ലെസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് അവർ തന്നെ സ്വയം മൂവ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ നന്നല്ലാന്ന് നിങ്ങളുടെ പേഴ്സൺ റിയലൈസ് ചെയ്തിട്ട് അവർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അവർ അവിടെ നിന്ന് മൂവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഓൾറെഡി പലരും മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. കാരണം അവർക്ക് ബാക്ക് സ്റ്റാബിങ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാൻ മതിയാവും ഇതൊക്കെ, നിങ്ങളെങ്ങനെയെങ്കിലും ഇത് അറിയും. ഓക്കെ, അതെനിക്കിവിടെ മെസ്സേജായിട്ട് വരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യങ്ങൾ നിങ്ങൾ അറിയും എന്നുള്ളതാണ്. ഓക്കെ, കാരണം നിങ്ങളുടെ പേഴ്സൺ ഒരു ക്ലൻസിങ് നടക്കാൻ പോകുന്നു എന്നുള്ള മെസ്സേജാണ് എനിക്ക് വരുന്നത്. ആ ക്ലൻസിങ് നടന്നതിന് ശേഷമായിരിക്കാം അവർ നിങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ എനിക്ക് കാണുന്നത്. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാവണമെന്നില്ല കേട്ടോ. അവർ ലോജിക്കലി തിങ്ക് ചെയ്യാൻ തുടങ്ങും. ശരിക്കും അവർ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ്. ഓക്കെ, ഡെത്ത് എന്ന് പറയുന്നത് തന്നെ ഒരു ട്രാൻസ്ഫർമേഷനാണ്. ഈ ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അവർ നിൽക്കുന്ന പ്ലേസിൽ നിന്ന് അവർ മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായി അവർക്കൊരു ബാക്ക് സ്റ്റാബിങ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പം അവർ സ്വയം പേർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ പേർജിങ് നടന്നതിന് ശേഷമാണ് കംപ്ലീറ്റ് ട്രാൻസ്ഫർമേഷൻ ഇവിടെ സംഭവിക്കുള്ളൂ. ഓക്കെ, ഈ കംപ്ലീറ്റ് ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്കാണ്. മനസ്സിലായോ? ഈ ന്യൂ ബിഗിനിങ്ങിൻ്റെ സമയത്താണ് എന്തുണ്ടാവുന്നത്, അവർക്കൊരു ഡിസിപ്ലിൻ വരിക. ഇനി ഇത്തരം കാര്യങ്ങളിലൊന്നും ഇൻവോൾവ് ചെയ്തിട്ട് കാര്യമില്ല. ഒരു നല്ലൊരു ലെസൺ അവർ ലേൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ്. കാരണം ഈ ബാക്ക് സ്റ്റാബിംഗ് എന്ന് പറയുന്നത് ഈ പേഴ്സൺ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും ഇൻറ്റൻസ് ലെവലിലാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഈ പേഴ്സണ് ലീഗൽ ഇഷ്യൂസ് വരെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ്. അവർ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, പക്ഷെ അവരത് റിയലൈസ് ചെയ്യും. ഓക്കെ, ഞാനിനി ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്നുള്ള ആ ഒരു റിയലൈസേഷൻ ഈ പേഴ്സണ് വരും എന്നുള്ളതാണ്. കാരണം അവർ അത്രയും വലിയൊരു ചീറ്റിങ്ങിലാണ് പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ്. ചീറ്റിംഗ് അല്ല, ശരിക്കും നിങ്ങളുടെ പേഴ്സണെ ആരോ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്.
ഓക്കെ. ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ടെൻഡൻസി കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയോടത്തുനിന്ന് ബാക്ക് സ്റ്റാബിങ് കിട്ടുമ്പോഴാണല്ലോ വന്ന വഴിയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഓക്കെ, അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാൽക്കുലേറ്റ് ചെയ്ത പോലെയുള്ള കാര്യങ്ങളല്ല അവരുടെ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളറിയാതെ ശ്രമിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ഈ പേഴ്സണ് അവർ പോയ പ്ലേസിൽ നിന്ന് അൺപ്ലസൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നല്ലോ, ഡെത്ത് ഇവിടെ വന്നപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു ന്യൂ ബിഗിനിങ് ആണ്, ഒരു റീബർത്ത് ആണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം അത് കൺഫേം ചെയ്യാണ് ഇവിടെ ഏസ് ഓഫ് കപ്സ് കൂടെ. നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഫെർട്ടിലിറ്റീനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവാം, പ്രഗ്നൻസിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവാം, കിഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവാം, ഒരു മാരേജ് സെലിബ്രേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്കതിവിടെ കാണുന്നുണ്ട് കാർഡ്സിൽ നിന്ന്. അന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മൊമെൻറ്റ്സ് എത്ര നല്ലതായിരുന്നു എന്ന് അവർ റിയലൈസ് ചെയ്തു തുടങ്ങും ഇനി. ഓക്കെ, ചിലവർക്ക് കുറച്ച് സമയം എടുക്കും, പക്ഷെ അങ്ങനെ എനിക്ക് മെസ്സേജ് വരുന്നുണ്ട്. എനിക്കിവിടെ ദ വേൾഡ് ആണ് വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണിന് ഇപ്പോൾ കറൻ്റ്ലി ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഭയങ്കര ഒരു മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് നല്ല ഒരു ചേഞ്ചാണ് നിങ്ങളുടെ പേഴ്സണിന് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള മെസ്സേജാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമോ ഈ ഒരു പീരീഡിൽ? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഡെഫിനറ്റ് ആയിട്ടും അവർ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ്. കാരണം ഇവിടെ 6 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരു റീയൂണിയൻ ആണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, എനിക്കിവിടെ സപ്പോർട്ട് കാണുന്നുണ്ട്, ഫാമിലിയും കാണുന്നുണ്ട്. അപ്പം അത് ചിലപ്പം ഫാമിലിയുടെ സപ്പോർട്ടാണോ എന്ന് എനിക്ക് കൂട്ടി വായിക്കാൻ പറ്റുന്നില്ല. ഫാമിലിയുടെ ഇൻവോൾവ്മെൻറ്റ് ഇവിടെ ഉണ്ടാവുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഈ 2 വേർഡ്സ് എനിക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ വളരെ ഇമ്മച്യൂർഡ് ആയിട്ടാണ് ബിഹേവ് ചെയ്തിരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഒരു ഇൻഫാച്വേഷനിൽ പെട്ടുപോയതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സൺ. പക്ഷേ അവർക്കിപ്പോൾ വല്ലാത്തൊരു തരം റിഗ്രറ്റ് ഫീലിംഗ് ഉണ്ട് എന്ന് മാത്രമല്ല, ഒരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതും എനിക്ക് മെസ്സേജ് ആയിട്ട് വരുന്നുണ്ട്. എന്തൊക്കെയോ ഇൻഫ്ലുവൻസസ് അവർക്ക് ചുറ്റിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ്. അത് ഇത് തന്നെ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണത്. എന്തോ സംതിങ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അതെനിക്കിവിടെ മെസ്സേജ് ആയിട്ട് വരുന്നുണ്ട്. അത് പാസ്റ്റ് ഇൻഫ്ലുവൻസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം വർക്ക് പ്ലേസ് ഇല്ലെങ്കിൽ എനിക്കറിയില്ല ഇതെങ്ങനെയാണ് കൂട്ടി വായിക്കേണ്ടത് എന്നുള്ളത്. ശരിക്കും ഒരു പ്ലേഫുൾ ആയിട്ടുള്ള ആക്ട് ആയിരുന്നു അവരുടെ സൈഡിൽ നിന്ന് വന്നിരുന്നത് എന്നുള്ള ഒരു മെസ്സേജാണ് എനിക്ക് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇമ്മച്യൂർഡ് ആയിട്ടാണ് അവർ ബിഹേവ് ചെയ്തിരുന്നത് എന്നുള്ളത്. എല്ലാത്തിനും വളരെ ചൈൽഡിഷായി അവർ ഹാൻഡിൽ ചെയ്തിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരു റീസൺ ആണ് നിങ്ങളുടെ ബ്രേക്കപ്പിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരുത്താനായിട്ട്. ഓക്കെ, അതെനിക്കിവിടെ കാണുന്നുണ്ട്. എനിക്ക് അഗെയിൻ ഇവിടെ ഹാങ്ഡ് മാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ പേഴ്സണ് അവർ ഒരു ട്രാപ്പിലായ പോലെ തോന്നുന്നുണ്ടാവും. ഓക്കെ, കാരണം ഒരു കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. ഇതിനൊരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലാക്ക് ഓഫ് ഡയറക്ഷനാണ്.
ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ വളരെ പ്ലേഫുൾ നേച്ചറിലാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത്. അതായത് ഇമ്മച്യൂർഡായിട്ട് ബിഹേവ് ചെയ്യുക, ലൈഫിനെ സീരിയസ് ആയിട്ട് എടുക്കാതിരിക്കുക. ഓക്കെ, അവർ ആ ഒരു നേച്ചർ റിലീസ് ചെയ്യും. ഓക്കെ, അങ്ങനെ നിന്നാൽ എൻ്റെ ലൈഫ് ഗുഡ് ഡയറക്ഷനിൽ പോവില്ല എന്നുള്ള റിയലൈസേഷൻ അവർക്ക് വരും. കാരണം അവർക്ക് കിട്ടാൻ പോകുന്ന ഇല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ബാക്ക് സ്റ്റാബിങ് അവരുടെ ലൈഫിനെ തന്നെ ത്രെറ്റൻ ചെയ്യുന്ന രീതിയിലുള്ളത് ആയി മാറും. അവർക്ക് വല്ലാത്ത ഒരു തരം ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനിലേക്ക് ഇത് കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് എനിക്ക് വരുന്ന മെസ്സേജ്. ഓക്കെ, ഈ പേഴ്സൺ ശരിക്കും ഹാപ്പിനെസ് ആഗ്രഹിക്കും. ഓക്കെ, മനസ്സിലായോ? കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഈ ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് ഒരു റിലീഫും ഉണ്ടാവില്ല. കോൺഫ്ലിക്ട്സ്, കയോസ്, ഡിസ്ട്രക്ഷൻസ്, ട്രോമ, അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ്, ഓക്കെ, ഇതൊക്കെയായിരിക്കും അവരുടെ ലൈഫിൽ കീപ്പ് ഓൺ വന്നുകൊണ്ടിരിക്കുക. അപ്പം എത്രയും പെട്ടെന്ന് അവർ ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷൻ എന്താണോ അത് അവർക്ക് അവരുടെ ലൈഫിനെ നല്ല രീതിയിൽ സെർവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അവർ മൂവ് ഓൺ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അവർ മൂവ് ഓൺ ചെയ്യും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡെത്ത് കാർഡ് ആൻഡ് ദ വേൾഡ് വന്നിട്ടുണ്ട്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ പേഴ്സൺ ആ പ്ലേസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നത് തന്നെയാണ്. അത് മാത്രമല്ല, ഇവിടെ എനിക്ക് 6 of Swords വന്നിട്ടുണ്ട്. കാരണം അവരുടെ കൂടെയുള്ള എനർജി അത്ര നല്ലതല്ല. എനർജിയോ വാട്ടെവർ, അവരെന്തിലാണോ നിൽക്കുന്നത് അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണോ നിൽക്കുന്നത് അത് അത്ര നല്ലതല്ല എന്ന് അവർ തിരിച്ചറിയുന്നുള്ളതാണ്. ഓക്കെ, അത് അവരെ നല്ല രീതിയിൽ സെർവ് ചെയ്യുന്നില്ല എന്നുള്ള ട്രൂത്ത് അവർ റിയലൈസ് ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. ഞാൻ കാർഡ്സ് കൂടെ എന്തെങ്കിലും സ്പെഷ്യൽ മെസ്സേജസ് വരുന്നുണ്ടോ നോക്കട്ടെ. ഓക്കെ, ഇവിടെ നൈറ്റ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ, എന്തോ സീക്രട്ട് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നുള്ളൊരു മെസ്സേജ് വരുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സീക്രട്ടായിരിക്കും. അപ്പോൾ നിങ്ങളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുക, മെൻ്റലി എസ്പെഷ്യലി. ഓക്കെ, ബ്രേക്ക് ഡൗൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം അത്രയും വലിയ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും നിങ്ങൾ അറിയാൻ പോകുന്നത്. അപ്പം ശ്രദ്ധിക്കുക, മെൻ്റലി ബ്രേക്ക് ഡൗൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഞാനിനി ഏഞ്ചൽ കാർഡ്സ് ഒന്ന് നോക്കട്ടെ. എന്തെങ്കിലും സ്പെഷ്യൽ മെസ്സേജസ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്നുണ്ടോ നോക്കട്ടെ. ഞാൻ ഏഞ്ചൽസിനോട് ഒരു ചോദ്യം ചോദിക്കാൻ പോവുകയാണെന്ന്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. എന്താണ് ഏഞ്ചൽസ് എനിക്ക് തരുന്ന മെസ്സേജ് എന്ന് നോക്കാം. ഇവിടെ എനിക്ക് കോംപ്രമൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാർഡാണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്ന തന്നെയാണ്. ഓൾറെഡി നമുക്ക് കുറേ കാർഡ്സ് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണിന് ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഇപ്പം നിൽക്കുന്ന പ്ലേസിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ഇല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ. അപ്പം അവർക്ക് തിരിച്ചു വരണം എന്നുള്ള തോട്ട്സ് ഉള്ളതായിട്ട് ചില കാർഡ്സ് കൂടെ മെസ്സേജസും നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അവർ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതും ഒക്കെ നമുക്ക് പല പല കാർഡ്സിൽ നിന്ന് മെസ്സേജസ് ആയിട്ട് വരുന്നുണ്ട്. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വന്ന് ഒരു കോംപ്രമൈസിന് വേണ്ടിയിട്ട് ശ്രമിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ലെറ്റ്സ് സീ. എനിക്ക് ഈ കാർഡ് വീണ്ടും എടുക്കാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ 2-3 കാർഡും കൂടെ എടുത്ത് നോക്കട്ടെ. നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുമോ? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ.
ഏഞ്ചൽസ് എനിക്ക് എന്തെങ്കിലും ആൻസർ തരുമായിരിക്കും. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ആൻസർ തരുമായിരിക്കും. ആസ്ക് യുവർ ഏഞ്ചൽസ് വന്നിരിക്കുകയാണ് കേട്ടോ മെസ്സേജ്. നിങ്ങൾ ചോദിച്ചോ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശരിക്കും ഏഞ്ചൽസിനോട് ചോദിച്ച് നോക്ക് എന്ത് മെസ്സേജാണ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അത് വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ഏഞ്ചൽസിനോട് ചോദിച്ചുകൊണ്ടിരുന്നോ ഈ കാർഡ്സ് ഷഫിൾ ചെയ്യുന്ന സമയത്ത്. ലെറ്റ്സ് സീ ഏഞ്ചൽസ് എന്താണ് തരാൻ പോകുന്ന മെസ്സേജ് എന്ന്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുമോ? ആ ഫുള്ളസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഓൾഡ് പേഴ്സണായിട്ട് നിങ്ങൾ ശരിക്കും ഇഷ്ടപ്പെട്ടിരുന്ന ആ ഒരു നിങ്ങൾ തമ്മിൽ ഒരുമിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് നല്ല രീതിയിൽ നിങ്ങളെ ട്രീറ്റ് ചെയ്തിരുന്ന നിങ്ങളുടെ ഓൾഡ് പേഴ്സണായിട്ട് തന്നെ അവർ തിരിച്ചു വരുമോ എന്നുള്ള ചോദ്യമാണ് എൻ്റേത് കേട്ടോ. ലെറ്റ്സ് സീ ഏഞ്ചൽസ്. ഓപ്സ്. ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഓ മൈ ഗോഡ്, എനിക്ക് തോന്നുന്നു ഇത് ശരിക്കും നടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഒരു കോംപ്രമൈസ് ഇൻ ദ നിയർ ഫ്യൂച്ചറിൽ നടക്കും എന്നുള്ളതാണ് എനിക്ക് ഏഞ്ചൽസ് തരുന്ന മെസ്സേജ്. ഓക്കെ, എനിക്ക് കാർഡ്സ് പുൾ ചെയ്യാൻ ഇങ്ങനെ തോന്നുന്നുണ്ട്. സോ അതാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാത്തത്. യെസ്, ഇത് സംഭവിക്കും ഗൈസ്. പലർക്കും ഇത് സംഭവിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ തിരിച്ചു വരുന്നുള്ള ഒരു മെസ്സേജ് തന്നെയാണ്, മീൻസ് ഒരു ഫീലിംഗ് തന്നെയാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിയർ ഫ്യൂച്ചറിൽ തന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു കോംപ്രമൈസിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ കാർഡ്സ് ഷഫിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ, എസ്പെഷ്യലി ഏഞ്ചൽ കാർഡ്സ്, ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചോദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിച്ചുകൊണ്ടിരിക്കുക. അതിനുള്ള ആൻസർ ആണോ വരുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഓക്കെ, ഇവിടെ ഫോർഗീവ്നെസ് എന്നാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് കാണുന്നത്. അതിന് ചോട്ടിലായിട്ട് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നുണ്ട്. വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നത് ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ്. അപ്പം ഇത് വളരെ നല്ലൊരു റീഡിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ശരിക്കും ഹയർ സോഴ്സിനോട് നിങ്ങളുടെ വിഷമങ്ങൾ അറിയിക്കുക, പോസിറ്റീവായിട്ട് ഇരിക്കുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പഴയ പേഴ്സണായിട്ട് തന്നെ അവർ വരണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നടന്നിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ വറീസ് നിങ്ങളുടെ മൈൻഡിൽ നിന്ന് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിലേക്ക് മോർ ഫോക്കസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ മോർ ഫോക്കസ് ചെയ്താൽ ഒരു നെഗറ്റീവ് എഫക്റ്റേ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുള്ളൂ. അപ്പോൾ കഴിയുന്നതും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാതിരിക്കുക. ഓക്കെ, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഉണ്ടായിരുന്ന സമയത്ത്, ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ സ്പെൻഡ് ചെയ്ത ഗുഡ് മൊമെൻറ്റ്സിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ഇനിയിപ്പം എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസസ് അവരുടെ സൈഡിൽ നിന്ന് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർഗീവ് ചെയ്തൂടെ? കാരണം ഇവിടെ ഫോർഗീവ്നെസ് കണ്ടോ, ഫോർഗീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഒരു കോംപ്രമൈസിൽ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോർഗീവ്നെസ് അവിടെ വേണം, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അവിടെ വേണം അല്ലേ? പിന്നെ ഈഗോ ക്ലാഷ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. അതും കൂടെ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു അഡ്വൈസാണ്. ഓക്കെ,
നിങ്ങളെ അവർ മനസ്സിലാക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. നിങ്ങളെ മനസ്സിലാക്കാതെ അവർ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പം ഇഷ്യൂസൊക്കെ വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടേക്കും മനസ്സിലാക്കണം. നിങ്ങളെ മാത്രമല്ല, നിങ്ങൾ അവരെയും മനസ്സിലാക്കുക. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇവിടെ വളരെ അത്യാവശ്യമാണ്. ഒരു നല്ല റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അല്ലേ. പേഴ്സണൽ റീഡിങ്ങിന് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പേഴ്സണൽ റീഡിങ്ങിന് എങ്ങനെയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതല്ല. വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. പേഴ്സണൽ റീഡിങ്ങിനെ കുറിച്ച് ഞാൻ എൻ്റെ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്യാവുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള. ഓക്കെ, അപ്പം വെറുതെ മെസ്സേജ് അയച്ചിട്ട് സമയം കളയുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പ്രെയർ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, പിന്നെ നല്ല നല്ല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ വീണ്ടും നല്ലൊരു റീഡിങ്ങുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ, ലവ് യു ഓൾ.